ആരാ ദിവസത്തെ പണിക്കൂലി ഞാൻ തരൂടി എന്തേലും ആട്ടോ ഒരു ദിവസത്തെ പണിക്കൂലി എന്നേക്കാം അമ്മച്ചിക്ക് ഒരു ദിവസത്തെ പണിക്കൂലി അപ്പച്ചന് നോക്കൂലി ഇത് നടത്തിപ്പിക്കുന്നത് സൂപ്പർവൈസറിനാണ് കൂടുതൽ കൊടുക്കേണ്ടത് മദർ ഇന്നലെ അങ്ങോട്ട് പറഞ്ഞുള്ളതൊക്കെ അങ്ങോട്ട് വെട്ടുന്നു. അതെ മാവുമ്മനി ഉണ്ടാവട്ടെ അങ്ങോട്ട്. ഇതുമല്ലേ ഈ മറ്റേ ഇതിൻ്റെ വട്ടം മറ്റേ ഇത് കളഞ്ഞിട്ടേ ചാണകം കെട്ടി വെച്ചിട്ടുണ്ടാവും എന്ന് പറയണ്ടേ. നിങ്ങളുടെ അവിടുത്തെ പ്ലാവുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഇങ്ങനെ മോതിരം ഉണ്ടാക്കിയിട്ട് അവിടെ ചാക്ക് എന്തെങ്കിലും ചാണകം ഇട്ടിട്ട് ഏതുമേ നിങ്ങളുടെ അമ്മ വെച്ചിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് അത് മായി എന്നിട്ട് അപ്പച്ചൻ മോതിരം ഉണ്ടാക്കിയ എങ്ങനെ മോതിരം ഉണ്ടാക്കി അതിൻ്റെ ഇത് ചിരണ്ടി കളഞ്ഞ അങ്ങനെ പോരാ. അതിൻ്റെ തൊലിയില്ലേ, തൊലി നമ്മൾ ഇങ്ങനെ തൊലി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കളയണം ഇങ്ങനെ ചിരണ്ടി. അങ്ങനെ അതിന് മോതിര വളയിടണമെന്ന് പറയണേ. എന്നിട്ട് ആ വളയത്തിൻ്റെ ഉള്ളിലാണ് ചാണകം കെട്ടി വെക്കേണ്ടത്. അപ്പം എവിടെയാണോ കെട്ടിയത് അതിൻ്റെ താഴെ ചക്ക ഉണ്ടാവും. അങ്ങനെ വെറുതെ കെട്ടി വെച്ചാൽ പോരാ. വെറുതെ കെട്ടി വെച്ചാ ഉണ്ടാവണ എങ്ങനെയാ? അതിന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം വേണ്ടേ? മാറിക്കമ്മച്ചി അവളോടെ കളി കണ്ട ബുദ്ധി മോനെ. അപ്പൊ ഇത് 2 നിർത്തിയേക്കെന്താണ്? 2. പക്ഷെ അത് പൊങ്ങി പോവില്ല. അത് വെറുതെ നിർത്തണ മുകളിലെ പ്ലാവിന്റെ ജില്ലക്കാരില്ല എങ്ങനെ പൊങ്ങി പോകാനാ? അതിങ്ങോട്ട് പ്രത്യേകം ഇവിടെ വളഞ്ഞു വന്നോളും. പക്ഷെ അതിന് കുറേ കമ്പുകളുണ്ട്. മറ്റേത് പോവും, ചെറുത് പൊക്കോളും. ഇതിന് കുറേ കമ്പുകളുണ്ട്. മുരിങ്ങ ഈ പറഞ്ഞ മാതിരി പ്ലാവും ഇവിടെ കുടിയിലെക്കണു, പ്ലാവിൻ്റെ തല ആ കുടിയിലെക്കണമെന്ന് പറഞ്ഞ ഒരു മുരിങ്ങയുടെ കടയുള്ള അവിടെ. മുരിങ്ങയുടെ കട അവിടെ. ഇവർക്കുണ്ടല്ലോ വലിയ ചക്ക. കോവലും ഇങ്ങോട്ടുള്ള പടർത്തേക്കണ. ഇതാ അപ്പച്ചന് വെട്ടണം തന്നെയാ.